ആശാ വർക്കേഴ്സിനെ പാട്ടപർക്കികൾ കൃമികീടങ്ങൾ എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് മാറി നിന്നിട്ട് മനുഷ്യനാകണം ഉയർച്ചതാഴ്ചകൾക്കതീതമായ സ്നേഹം. പ്രതിപക്ഷത്തിന് ജനം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം തിരുത്താനാണ്, കറക്റ്റ് ചെയ്യാനാണ്, ശരിയാക്കാനാണ്. അത് ഞങ്ങൾ ചെയ്യണ്ടേ? അപ്പൊ അത് ചെയ്യുന്നവരോട് ഇപ്പൊ ഞാനൊരു കാര്യം പറയാം സാർ. ഇപ്പൊ ആശാ വർക്കർമാരുടെ സമരം വന്നു. അവരെ സമരത്തെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ സാമ്രാജ്യത്വ പക്ഷപാതികളായി എന്തൊക്കെയോ പറയുകയാണ്. സാർ, കെ സച്ചിദാനന്ദൻ, ഇന്ത്യ അറിയപ്പെടുന്ന എഴുത്തുകാരൻ, നിങ്ങളുടെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്, അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് സാർ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ആശാ വർക്കേഴ്സിന്റെ സമരം 100% നീതിയാണ്, ന്യായമാണ് എന്നാണ് പ്രിയങ്കരനായ മലയാളത്തിന്റെ എഴുത്തുകാരൻ സച്ചിദാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വായിക്കാം. ആശാ വർക്കർമാരുടെ സേവനം തുടങ്ങിയത് ഒരുതരം അസിസ്റ്റന്റ് പോലെയായിരുന്നു. പിന്നീട് അവർക്ക് ഒരുപാട് ചുമതലകൾ, ജോലികൾ കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ച് വേതന വർധന ആവശ്യപ്പെടുന്നത് വെറും നീതിയാണ്. അതാര് ചോദിച്ചാലും, SUC ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആര് ചോദിച്ചാലും അതിനൊരു നീതിയുണ്ട്. അവരെ കേൾക്കുക, അവരെ സഹായിക്കുക, ചുരുങ്ങിയത് അവരെ തെറി പറയാതിരിക്കുക, സ്ത്രീകളായതുകൊണ്ട് മാത്രം അവരെ ചീത്ത പറയുക. ഇത്തരം വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുന്ന ആളുകൾ, വൃത്തികെട്ട മനുഷ്യർ ഉള്ളിടത്തോളം കാലം നമുക്ക് കമ്മ്യൂണിസം ഉണ്ടാകില്ല സച്ചിദാനന്ദൻ, വർഗസമരം ഉണ്ടാകില്ല സച്ചിദാനന്ദൻ. അതുകൊണ്ട് ചുരുങ്ങിയത് മര്യാദയ്ക്ക് സംസാരിക്കുക, ഒത്തുതീർപ്പിന് ശ്രമിക്കുക. സാർ, ആ പാവപ്പെട്ട ആശാ വർക്കേഴ്സിനെ പാട്ടപർക്കികൾ കൃമികീടങ്ങൾ എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് മാറി നിന്നിട്ട് മനുഷ്യനാകണം ഉയർച്ചതാഴ്ചകൾക്കതീതമായ സ്നേഹമേ. നിങ്ങൾ എന്ത് പേരിട്ടോ, പക്ഷെ ആ പാവങ്ങളെ തെറി വിളിക്കാതിരിക്കുക സാർ. ആ പാവങ്ങളെ തെറി വിളിക്കാതിരിക്കുക, അവരെ അധിക്ഷേപിക്കാതെ. മനുഷ്യനാകണം ഉയർച്ചതാഴ്ചകൾക്കതീതമായ